Hello everyone, welcome back to my YouTube channel. This is Karthika. So അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്ന് പ്രത്യേകിച്ചൊരു പ്ലാനൊന്നുമില്ല. അപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഒരു വീക്കെൻഡ് സൺഡേ ആണ്. അപ്പോൾ സൺഡേ എന്താ പരിപാടി, ഓൾമോസ്റ്റ് ആയിട്ട് എനിക്ക് വീക്കെൻഡ് എവിടെയെങ്കിലും കറങ്ങിക്കൊണ്ട് പോകാൻ, മോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടെമ്പിൾ അങ്ങനെ എന്തെങ്കിലും പ്ലേസ് ഞാൻ വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചിട്ടൊരു പ്ലാനൊന്നുമില്ല. ഇന്ന് റൂമിൽ തന്നെ ആർക്കും തോന്നുന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് ഞാൻ എന്തൊക്കെ ഡെയിലി ഞാൻ ചെയ്യുന്നു അതൊക്കെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ മോർണിംഗ് ഞാൻ എഴുന്നേറ്റിട്ട് ബ്രഷൊക്കെ ചെയ്തു, ഫ്രഷപ്പൊക്കെ ആയി. ഫ്രഷപ്പ് ആയിട്ട് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കില്ല, ഓട്സ് ഉണ്ടാക്കി അത്ര തന്നെ. അപ്പോൾ നോർമൽ ഡേയ്സിൽ ഓഫീസിലേക്ക് പോകാനുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ റൈസ് ഐറ്റംസ് അങ്ങനത്തെ ഡിഫറെൻറ്റ് വെറൈറ്റി ഫുഡൊക്കെ ഉണ്ടാക്കും. പക്ഷേ ഇവിടെ മെയിനായിട്ട് ബാംഗ്ലൂർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ റൈസ് ഐറ്റമാണ്. അപ്പോൾ റൈസ് ഐറ്റം അങ്ങനത്തതേ ഉണ്ടാക്കണം, അത്രയേ ഉള്ളൂ. എനിക്ക് തീരെ പിടിക്കാത്ത സംഭവം എന്ന് വെച്ചാൽ റൈസ് ഐറ്റമാണ്. വീട്ടിൽ മമ്മി ഉണ്ടാക്കി തരുന്ന ഡിഫറെൻറ്റ് ഫുഡ്, അപ്പം അതൊക്കെ എനിക്ക് ഞാൻ കുറേ മിസ് ചെയ്യുന്നു. ഇവിടെ ആണെങ്കിൽ ഫുള്ള് റൈസ് ഐറ്റം. അപ്പം മോർണിംഗ് എഴുന്നേറ്റ് നമുക്ക് അപ്പൊക്കെ ഉണ്ടാക്കാമെന്ന് വെച്ചാൽ അതിനുള്ള ടൈം കിട്ടുന്നില്ല. അപ്പോൾ എന്താണെന്ന് റൈസ് ഐറ്റം ഇങ്ങനത്തതൊക്കെ ഉണ്ടാക്കണം, അത്ര തന്നെ. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന ഓട്സ് എന്ന് വെച്ചാൽ ഇതാണ്, പിനോട്ടോല് ഹൈ പ്രോട്ടീൻ ഓട്സ് ആണ്. ഇത് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ്. ഒരിക്കൽ കഴിച്ചെങ്കിൽ പിന്നെയും കഴിക്കണം തോന്നി. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. ഇത് 400 grams വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 310 rupees. കുറച്ച് കോസ്റ്റ്ലിയാണ്. ബട്ട് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അൺലിമിറ്റഡ് ടേസ്റ്റാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഞാൻ 2-3 ഓട്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഫ്ലേവറൊക്കെ. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കഴിച്ചത്ര മതിയാവില്ല. ഇതൊരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറാണ്. ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല അടിപൊളിയാണ്. നിങ്ങൾക്ക് എന്തായാലും കഴിച്ചു നോക്കാം, ഇത് നല്ല അടിപൊളിയാണ്. ഇപ്പോൾ നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നവരാണെങ്കിൽ, ഓട്സ് കഴിക്കുന്നവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് നല്ല ടേസ്റ്റ്. അങ്ങനെ ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഓട്സ് ആണ് കഴിക്കുക. ഇതിൻ്റെ കളർ ഇതിൽ ഞാൻ കുറച്ച് ഫ്രൂട്ട്സ് പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അതിൻ്റെ പാക്കറ്റിൽ തന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വരും. ബട്ട് ഇവിടെ ഞാൻ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടായി. ഇനി ഓരോന്നായിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട്. റൂം ക്ലീൻ ചെയ്യണം, ക്ലോത്ത്സ് വാഷ് ചെയ്യണം, പിന്നെ ഹെയറിൽ ഓയിൽ ഇടണം. വീക്കെൻഡിൽ ഞാൻ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യും. അപ്പോൾ അതൊക്കെ ഉണ്ട് വർക്ക്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഹെയറിലൊന്ന് ഓയിൽ മസാജ് ചെയ്ത് കൊടുക്കാം, ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. അങ്ങനെ ഓരോരോ വർക്കായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത് പാരച്യൂട്ട് അഡ്വാൻസ്ഡ് റോസ്മേരി കോക്കനട്ട് ഓയിലാണ്. ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ചത്. എനിക്ക് എൻ്റെ ഹെയർ നന്നായിട്ട് ഹെയർ ഫോൾ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഹെയർ വാങ്ങിച്ചു. എൻ്റെ റിവ്യൂസൊക്കെ കണ്ടിട്ട് നല്ല അടിപൊളിയാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഞാൻ ഈ ഹെയർ ഓയിൽ വാങ്ങിച്ചു. 2 വീക്കായി ഞാൻ യൂസ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എനിക്ക് വരുമല്ലെന്ന് അറിയില്ല. നോർമലായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് വീട്ടിലുണ്ടാക്കിയ പ്യൂർ കോക്കനട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ കെമിക്കൽ ഇങ്ങനത്തൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തായാലും കെമിക്കൽ ഫ്രീ എന്ന് പറയും, പക്ഷേ ഫുൾ കെമിക്കലായിരിക്കും. കെമിക്കൽ ഇല്ലാത്ത പ്രോഡക്റ്റ്സ് ഒന്നും മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പ്യൂർ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തെങ്കിൽ ഐ തിങ്ക് ബെറ്റർ. ഞാൻ ഇത് വാങ്ങിച്ചു. നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല, യൂസ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. എനിക്കത് ഡയറക്റ്റ് അതൊന്നും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെറിയൊരു ബോട്ടലാക്കി വെച്ച്
പരിപാടിയാണ്. കുറച്ച് അടിക്കലുണ്ടായിരുന്നു, പിന്നെ കുറച്ച് തോർത്താനൊക്കെ നല്ല ക്ലീനിങ് ചെയ്യാനുണ്ടായിരുന്നു. ഫസ്റ്റ് അടിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് കുറച്ച് തോർത്താനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പുറത്ത് പോയിട്ട് വരാം. നല്ല വിശപ്പെട്ടായിരുന്നു. ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ഞാനൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ബിസ്ക്കറ്റും കുറച്ച് പാലുണ്ടായിരുന്നു. പാൽ ബിസ്ക്കറ്റൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഫുഡ് തന്നെ ഉണ്ടാക്കിയിട്ടാണ് ചൂടാക്കി ബിസ്ക്കറ്റ് റൈസ് കഴിക്കാൻ വിചാരിച്ചു. എനിക്ക് നല്ല വിഷമം. അത്ര പണിയൊക്കെ ചെയ്തിട്ടാകുമ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. അങ്ങനെ പാല് ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ കുക്കറിൽ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടൈം എന്തായാലും 1 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. പാല് റെഡിയായി. അങ്ങനെ ഈ കപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മോൾ ക്യൂട്ട് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കഥയുണ്ട് ഇതിൽ. വൺ ഓഫ് മൈ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ഷീസ് ഗിഫ്റ്റഡ് ടു മി ഓൺ മൈ ബർത്ത്ഡേക്ക് ഷീസ് ഗിഫ്റ്റഡ് ടു മീ. സീസ് എ ഫ്രണ്ട്ഷിപ്പ് കപ്പാണിത്. ആ ഒരു ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കപ്പാണ് എൻ്റെ ബർത്ത്ഡേക്ക്. സോ അതിപ്പോഴും ഞാൻ സൂക്ഷിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇതല്ലാതെ കുറേ ബർത്ത്ഡേ ഗിഫ്റ്റ്സ് അവൾ തന്നത് എൻ്റെ ഇപ്പോഴും ഉണ്ട്. ഇതൊരു കപ്പ് ഫസ്റ്റ് തന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇപ്പോഴും ഞാനിത് നാട്ടിലൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു മെമ്മറീസിന് വേണ്ടി. ബിസ്ക്കറ്റ് പാർലച്ചു, ഗുഡ് ഡേ, ഏത് ബിസ്ക്കറ്റായാലും ചായയിൽ അല്ലെങ്കിൽ പാലിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കഴിക്കാം. അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ വേറെ. നോർമലായിട്ട് ഞാൻ ബിസ്ക്കറ്റ് അങ്ങനെ കഴിക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് പാലിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു രുചി തന്നെ, ഓ മൈ ഗോഡ്, നല്ലൊരു സ്വീറ്റായിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുക, അഡ്ജസ്റ്റ് ആക്കി കുറച്ച് സമയത്തേക്ക് വിഷപ്പടക്കാൻ വേണ്ടിയിട്ട് ഒപ്പിച്ചു എങ്ങനെയെങ്കിലും. അങ്ങനെ ആ ബിസ്ക്കറ്റ് 1 പാക്കറ്റ് ബിസ്ക്കറ്റ് ഉണ്ട്, ആ ബിസ്ക്കറ്റും 1 കപ്പ് പാലും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴേക്കും എനിക്ക് ചെറിയൊരു പിമ്പിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിമ്പിൾ പാച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച മാർക്കറ്റിൽ പോകുമ്പോൾ. അപ്പോൾ അതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിമ്പിൾ പാച്ച് യൂസ് ചെയ്തെങ്കിൽ പിമ്പിൾ പോകുമെന്ന് എനിക്കറിയില്ല. കുറേ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇത് നല്ല എഫക്റ്റീവായി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ഇട്ട് നോക്കി. നോക്കുമ്പോഴേക്കും നല്ല റിസൾട്ട് വന്നിന് എനിക്ക് നെക്സ്റ്റ് ഡേക്ക്. മോർണിംഗിൽ ഞാൻ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് എനിക്ക് നല്ല ബോറടിച്ചിട്ടുണ്ടായി. ഞാൻ കുറച്ച് മൂവി കണ്ടു. ഉച്ചയ്ക്ക് ചോറും കറിയും ഉണ്ടാക്കി, പക്ഷെ ഞാൻ കഴിച്ചില്ല. ഞാനൊരു സ്നാക്സ് ഉണ്ടായിരുന്നു, അത് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. അത് കഴിഞ്ഞിട്ട് ഒരു മൂവി കണ്ടു ഞാൻ, ഒരു ആനിമേഷൻ സ്റ്റോറി ചെയ്തൊരു മൂവി നെറ്റ്ഫ്ലിക്സിൽ ഞാൻ നോക്കിയത്. മൂവി അടിപൊളിയായിരുന്നു. 2 ഹവേഴ്സിനായിരുന്നു ഒരു ആനിമേഷൻ മൂവി. അത് മൂവി കണ്ടിട്ടാകുമ്പോൾ എനിക്ക് കുറച്ച് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറച്ച് കുളി പാസ്സാക്കിയിട്ട് അങ്ങനെ പുറത്ത് പോയിരുന്ന് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുറത്ത് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനൊന്നുമില്ല എവിടെയൊക്കെ പുറത്ത് പോകേണ്ടതെന്ന്, പക്ഷേ പുറത്ത് പോയിരുന്ന് കഴിച്ചിട്ട് വരാം. അപ്പോൾ മൈൻഡ് കുറച്ച് ഫ്രഷ് ആവും. എവിടെയും പോകുന്ന റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് പുറത്തൊക്കെ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. ഓക്കെ, ഫ്രീ ആയിട്ട് വിട്ടു, ഒരു ഡ്രസ്സ് ഇട്ടു, ജസ്റ്റ് കുറച്ച് ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു, അത്ര തന്നെ. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വേഗം പോകണം. അപ്പോഴേക്കും എൻ്റെ റൂംമേറ്റ് ചേച്ചി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, അപ്പോൾ ചേച്ചി വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തേക്ക് ഞാനും അവിടത്തേക്ക് റീച്ച് ആവുന്ന പോലെ ഒരു പ്ലേസ് നോക്കാൻ വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് കിട്ടിയത് എനിക്ക് ലൂലു മോളാണ്. അപ്പോൾ ചേച്ചിക്ക് അവിടെ നിന്ന് അടുത്താണ്, എനിക്കും അടുത്താണ്. അങ്ങനെ നമ്മൾ ലൂലു മോളിലേക്ക് പോയി. അപ്പോൾ അടുത്തുള്ള പ്ലേസ്, അപ്പോൾ അവിടെ പോയി കുറച്ച് ടൈം സ്പെൻഡ് ആക്കി ഔട്ട് സൈഡൊക്കെ ഇരുന്നിട്ട് കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചേച്ചിയും നേരത്തെ എത്തിയിട്ട് എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനപ്പോഴേക്ക് കുറച്ച് ലേറ്റായി പോയി, ബസ് എനിക്ക് കിട്ടാൻ ലേറ്റായി. അങ്ങനെ അത് കഴിഞ്ഞ് 2 പേരും ആദ്യം മുകളിലേക്ക് വന്നു. അവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട്, ചേച്ചിയുടെ മെയിൻ പരിപാടി പിന്നെ ഫോട്ടോസും വീഡിയോസും അല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട്, അപ്പോൾ എനിക്ക് എങ്ങനെയും വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറച്ച് മിറർ കണ്ടാൽ പിന്നെ എപ്പോഴും മിററിൻ്റെ അടുത്ത് പോയിട്ടൊരു ഫോട്ടോ എടുക്കണം, അതാണല്ലോ പതിവ്. അങ്ങനെ മിററിൻ്റെ അടുത്ത് പോയി കുറച്ച് ഷോ ഓഫൊക്കെ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് 2 പേരും കുറച്ച് മുകളിലോട്ട് പോയിട്ട് എല്ലാവരും വായി നോക്കി കൊടക്കി നിന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആക്ച്വലി പ്ലാൻ ചെയ്തത് ഒരു തുളു മൂവിക്ക് പോകാമെന്ന്, പുതിയതായിട്ട് റിലീസായ പിക്ചർ മൂവിക്ക് പോകാമെന്ന് വിചാരിച്ചു. തുളു മൂവിയാണ്, നല്ല അടിപൊളി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പോകാൻ നമ്മൾ വിചാരിച്ചു, പക്ഷേ വേണ്ടാന്ന് വിചാരിച്ചിട്ട് റിവ്യൂസ് കാണുമ്പോൾ അത്ര അടിപൊളി ഇല്ലയെന്ന് പറഞ്ഞു. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. അങ്ങനെ ഒന്നും വാങ്ങിയില്ലായിരുന്നു, ജസ്റ്റ് നോക്കാൻ പോയി. അത്ര വലിയ കളക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ടൊന്നും വാങ്ങിച്ചില്ല. അങ്ങനെ ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിക്കൊണ്ടൊക്കെ നിന്നു. അപ്പോൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല, മോമോസ് കഴിക്കാൻ തോന്നി. അങ്ങനെ നമ്മുടെ കുറച്ച് അവിടെ ഔട്ട് സൈഡ് വന്ന് നല്ല മോമോസ് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മോമോസൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ചേച്ചിക്ക് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് ഡ്രസ്സ് കളക്ഷനൊക്കെ നോക്കാൻ പോയി. അപ്പോൾ അവിടെ എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു പർപ്പിൾ കളർ ലാസ്റ്റുള്ള ആ ഡ്രസ്സ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ക്രഷായിപ്പോയി ആ ഡ്രസ്സ് കൊണ്ട്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കിയിട്ട് ഒന്നും വാങ്ങിച്ചില്ലായിരുന്നു.
അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് റിട്ടേൺ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറത്തേക്കരുത്. ബൈ, ലവ് യു ഓൾ.